നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അതുപോലെ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഇന്ന് 9 ജൂൺ 2025 ശരിക്കും പറഞ്ഞാൽ മൂന്നാം പെരുന്നാൾ. എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടാണ് പല കാര്യങ്ങളിലും വരുന്നത്. പട്ടിണി കിടന്നിട്ടാണ്, പൊളിഞ്ഞു ചാടിയ വീട്ടിലാണ് ഉള്ളത്. ഇങ്ങനത്തെ സാഹചര്യം നോക്കുന്നത് ഇന്ന് പറയുന്നത് GST ടാക്സ് പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടും പോലീസ് വകുപ്പിനോടുമാണ്. നിയമം ഞാൻ ഒരുപാട് സെക്രട്ടേറിയറ്റിൽ, കേരളത്തിലും പാർലമെൻറ്റിലും ഇടപെട്ട് ഒരുപാട് നിയമങ്ങൾ നടപ്പാക്കിയതാണ്. ഈ നിയമം ഉണ്ടാക്കിയത്, നടപ്പാക്കിയിട്ടുള്ളതും നിയമം എഴുതിയിട്ടുള്ളതും ഇവിടുത്തെ ഓരോ പൗരനും ന്യായമായ നിയമപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ ഒരാളുടെ തലേ കയറലും ആർക്കും നടക്കില്ല. എന്നാൽ ഇപ്പോൾ 2-3 കാര്യങ്ങൾ. ഒന്ന്, നാട്ടുകാർ നിരവധി ആളുകൾ മരിക്കാനിടയായ സംഭവം. ഇതുമൂലം ഒരാളിൽ നിന്ന് 1000 രൂപ മുതൽ 7.5 ലക്ഷം രൂപ വരെ വിവിധ ഘട്ടങ്ങളായി ചില ആളുകളിൽ നിന്ന് സർക്കാരിലേക്ക് GST കിട്ടുന്നത്. അതുമാത്രമല്ല, ഇവർ ജീവൻ തിരിച്ചു വന്നിട്ട് ഇവിടെ ജോലി ചെയ്തിട്ട്, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന പോലെ ജോലി ചെയ്തിട്ട് ഉണ്ടാവുന്ന ലാഭങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് 2-3 പേര് എനിക്ക് പറയാനുണ്ട്. അതിൽ ഇവർ ഗൂഢാലോചന നടത്തിയ 20ഓളം ജുമാഅത്ത് പള്ളികളാണ് ഇത് പൊളിച്ചു കളയണം, മദ്രസകൾ. രണ്ടാമത്തെ കാര്യം, അതിൽ ഈ സാധനങ്ങളൊക്കെ ചെയ്തത് CAMA കരീം, CA റാസി, KP വാപ്പുട്ടി, ഇവരൊക്കെ പാടെയാണ്. ഞാനിപ്പോൾ ഒരുപാട് കാലമായിട്ട് പറയുന്നുണ്ട്, ഇവരുടെ ആക്രമണങ്ങൾ ചില്ലറല്ല. ഇതിൻ്റെ പിന്നിലിപ്പോൾ കോൺഗ്രസ്സുകാരുടെ കൈ കാണുന്നുണ്ട്. അവിടെ മാത്രം നിന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നിരന്തരമായിട്ട് ഈ കയ്യും കൊണ്ട് ഞാൻ എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ വിളിച്ച് പറയുന്ന ഒരു തെറ്റല്ലാണ്ട് മറ്റുള്ള ഞാൻ ചെയ്തിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ആരുടെ ആവശ്യമാണ് ഈ പണി ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞാൽ കൊള്ളാം. എന്തിനാണ് ഇവരുടെ പേരിൽ ഈ 40 പോലീസ് SP-മാരും ഇവർക്ക് ആസനം കാണിച്ചു കൊടുക്കുന്നത്? പട്ടാമ്പിയിലുള്ള മുഴുവൻ പോലീസുകാരും ഈ നിരപരാധിയായ എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ദേവസിക്ക് എന്തിനാണ് സർക്കിൾ ഉദ്യോഗം കൊടുത്ത് ഇത്ര ശമ്പളം കൊടുത്ത്? അത് ന്യായമായിട്ട് അയാൾക്ക് അതിന് യോഗ്യതയില്ല. അയാൾക്കെന്നല്ല, ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് യോഗ്യതയില്ല. കാരണം അവർ കൈക്കൂലി വാങ്ങിയോ പോയോ എന്നല്ല എൻ്റെ വിഷയം. അതിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. മറിച്ച് കഴിഞ്ഞ 45 കൊല്ലം നിരന്തരമായി പോലീസിനായിട്ടും മറ്റുള്ളതായിട്ടും ഒരേ കാര്യം പറഞ്ഞു. എനിക്ക് ചെയ്യാൻ കഴിയായിട്ടൊന്നുമല്ല, നിയമത്തിനെ പേടിച്ചിട്ടാണ്. എനിക്ക് ചെയ്യാനൊക്കെ പലതും കഴിയും. മനസ്സിലായില്ലേ? ഞാൻ ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ട്. എനിക്ക് 10 മിനിറ്റിൽ ലോകം നശിപ്പിക്കാൻ കഴിയും. അതായത് മരുന്നിലും കഴിയും, പ്രാർത്ഥനയിലും കഴിയും. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഒരു വെടിക്കുള്ള മരുന്ന് പോക്കറ്റിൽ നമ്മുടെ അടുത്തുണ്ടാവും, അതുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ ജീവിച്ച് പഠിച്ചാൽ നാട്ടിൽ. പക്ഷേ ഇതിൽ ഒരു നിർബന്ധമുണ്ട്, ഒരുപാട് നിരപരാധികൾ. അതൊരു വിഷയമാണ്, അതൊരു ചെറിയ വിഷയമൊന്നുമല്ല. അപ്പോൾ ഇത്തരക്കാർക്ക് എന്തിനാണ് ഇവർ ഈ തകരാറ് ചെയ്യുന്നതെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഏത് മുഖ്യമന്ത്രിമാർ വന്നാലും ഇവരെ എന്തിനാണ് സംരക്ഷിക്കണേ എന്ന കാര്യം എനിക്കറിയില്ല. കാരണം ഇവർ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കസാലയും അധികാരവും പോവുക എന്നല്ലാണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. അത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്നലെ ഞാൻ എടുത്ത് നോക്കിയാൽ മുഖ്യമന്ത്രി AK അന്തോണിയച്ചായൻ്റെ കാര്യങ്ങളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു നസ്രാണികളോടും യാതൊരു ദേഷ്യവുമില്ല. ഈ അന്തോണിയച്ചായനോടും ദേഷ്യമില്ല. ഞാനങ്ങനെ പറയാനും ഉദ്ദേശിക്കുന്നില്ല. 1-2 ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ നിരപരാധിത്വം കൂടി കണക്കെടുത്തിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ, അല്ലാതെ കഴിയില്ല. മനസ്സിലായില്ലേ? എൻ്റെ മുന്നിൽ ഇവിടെ മതസംഘടനകളൊന്നുമല്ല, അങ്ങനെയല്ല. ഈ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന തെമ്മാടിത്തരത്തിനെതിരെ ഞാൻ പറയും. പുലിക്കോടൻ DGPക്ക് അവസാന കാലഘട്ടത്തിൽ താമസിക്കാൻ പറ്റാണ്ട്
സപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ് ഞാൻ. അന്ന് എനിക്കത് കഴിയും, ഇന്നും കഴിയും. അന്ന് മാത്രമല്ല ഇന്നും കഴിയും. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ചില ആളുകളും സമൂഹമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഒറ്റയടിക്ക് ചെയ്യണോ വേണ്ടേ എന്ന് ഈ ആളുകളൊന്ന് നോക്കുക. ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പിന്നെ നമ്മുടെ ഗൂഗിളിൽ കണ്ടതാണ്, കൊല്ലത്തുനിന്ന് ഒരു വീട്ടമ്മനെ അതിൻ്റെ അമ്മായിമ്മ പുറത്തായിരിക്കണം. ആ വീട്ടമ്മനെ കുറിച്ചും എനിക്ക് ചില സംശയങ്ങളൊക്കെ അതിൽ മനസ്സിലായി. കാരണം അവർ കഷ്ടിയൊരു കൊല്ലത്തോളം വാടകയ്ക്ക് താമസിക്കാനിടയായി. പക്ഷേ ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കാനുണ്ട്. ആ നിയമപരമായി പരിശോധിക്കുമ്പോൾ ആ വീട്ടമ്മയുടെ 100 പവൻ്റെ ആഭരണം വിറ്റ് വീടുണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് പരിശോധനയ്ക്ക് നല്ല കണ്ടീഷനായിട്ട് വരും. ഈ അമ്മനെ പുറത്താക്കി എന്ന് പറയുമ്പോഴും വരും. അപ്പോൾ ഇവരെ രണ്ടിനും കൂടി ഇടയിൽ നമ്മളുടെ ജുഡീഷ്യറികൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കട മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാര്യം, ഞാനത് ഒരു കാര്യം എടുത്ത് പറഞ്ഞൊന്നുമല്ല. ആ അമ്മക്ക് അവിടെ താമസിക്കാനുള്ള സംവിധാനം വേണം, അവരെ കൂടെ തന്നെ താമസിക്കാനുള്ളത് വേണം. അതുപോലെ തന്നെ ആ വെഞ്ചനേർക്കും അതിൻ്റെ മകളെയും പിന്നെ മകനെയും ഭർത്താവിൻ്റെയും കൂടെ താമസിക്കാനുള്ള സംവിധാനവും വേണം. ഇവരെ വൃദ്ധസാധനത്തിലാക്കലൊന്നുമല്ല പണി. ആ വീട്ടിൽ നല്ല രീതിയിൽ ആർക്കും ഭീഷണിയില്ലാണ്ട് മുന്നോട്ട് പോകാൻ സംവിധാനം ചെയ്യാൻ പോലീസിന് കഴിയും. അത് പോലീസിൻ്റെ പണിക്ക് കഴിയും. പോലീസിനത് കഴിയുമെന്ന് എനിക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ നിയമം കയ്യിലെടുക്കാത്തതും ഇതിന് നേരെ പ്രതികരിക്കാത്തതും. മനസ്സിലായില്ലേ. ഞാൻ ഇവിടുത്തെ ലീഗരോട് കാര്യം ചോദിക്കട്ടെ, മുഴുവൻ ലീഗരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ പിത്തനുണ്ടാക്കിയിട്ട് എന്ത് നേടിപ്പോൾ? ഇന്ന് മൊത്തം ഭീഷണിയിലായില്ലേ. ഇവിടെ നിൽക്കുമ്പോൾ, നിങ്ങൾ ഉദ്ദേശിച്ചോടത്ത് നിൽക്കുമ്പോൾ ഈ സാധനം ഈ കയ്യെ തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് മുൻകാലത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യായിട്ടാ. തെറ്റ് ചെയ്ത് നോക്കേണ്ട സ്ഥിതി അറിയണമെങ്കിൽ അതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ ഈ നുണ പ്രചരിപ്പിക്കുന്നതും അതിനാക്കം കൂട്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഞാൻ തെറ്റ് ചെയ്താൽ ഞാനത് കൃത്യമായിട്ട് പറയും. ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്താ വൈദ്യരെ? ഇസ്ലാം എന്താ റാസിയെ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതായത് സമത്വം പാലിക്കുക, തുല്യരായി കാണുക, അതായത് ഏകോപനം ഉണ്ടാവുക, മര്യാദ ഉണ്ടാവുക, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗങ്ങളാണ്. അതായത് ഒരാൾ പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് നിൽക്കണവൻ അപ്പം കൈ കെട്ടണം. ഓടി വരുന്ന ഇവൻ ചിലപ്പോൾ റുക്കുവയിലേക്ക് അല്ലാഹു അക്ബർ സെമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോഴാണ് വരണമെങ്കിൽ അത് ചെയ്യണമെന്നാണ്. അങ്ങനെയല്ലേ രാശിയെ? പിന്നെ എന്തിനാ ഈ തോന്നിയാസമൊക്കെ ചെയ്തത്? അതുകൊണ്ട് അതൊക്കെ നാട്ടുകാരോട് വ്യക്തമായിട്ട് നീ പറയണം. നീ മാത്രമല്ല ഇവിടെ ലീഗുകാരത് പറയേണ്ടി വരും. അത് നിങ്ങൾ മുസ്ലിം ലീഗാണെങ്കിൽ, CPM-ൻ്റെ അജണ്ട ആണെങ്കിൽ CPM-കാർ എനിക്ക് മനസ്സിലായിടത്തോളം മതങ്ങൾക്കൊന്നും എതിരല്ല. നിങ്ങൾ മതം ഏതായാലും വേണ്ട, വോട്ട് മാത്രം മതി എന്നുള്ള സംവിധാനത്തിലാണ്. അതാണ്, മതം ഏതായാലും വേണ്ട. പിന്നെ പറയുന്നത് ന്യായമാണെങ്കിൽ ഒരു ലേശം കൂടെ നിൽക്കും. അതാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളിടത്തോളം എനിക്കങ്ങനെ മനസ്സിലായിട്ടുള്ളത്. അവർക്കും എൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ തെറ്റ് പറ്റിയാൽ പാർട്ടിക്കാരെ അതിൻ്റെ ഭാഗം എവിടെയാണെങ്കിൽ തെരഞ്ഞു പിടിച്ച് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം കിട്ടുമെന്നറിയോ? അവിടെ നിന്ന് അങ്ങോട്ട് സമൂഹം രണ്ട് തരത്തിൽ നല്ല ക്ലീനായിട്ട് നിൽക്കും. അവരുടെ ഇടയിൽ നിങ്ങൾക്ക് ആ വോട്ട് പെട്ടി നഷ്ടപ്പെടില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ പാർട്ടിക്കാരോടാണ്. നഷ്ടപ്പെടില്ല. അതായത് അവരോട് ജനങ്ങളോട് പറയണം, ഞങ്ങളവിടെ കണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ വോട്ട് പെട്ടി മാത്രമല്ല ഈ നാടിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയാൻ കഴിയണം. അത് വലിയ കാര്യമാണ്. നാട്ടിൽ വികസനം വരണം. വലിയ ബുദ്ധിമാൻ്റെ എഴുത്തും ബുദ്ധിയുമാണ് എക്കാലത്തും ഏത് നാടിൻ്റെയും അന്തസ്സ്. വലിയ ബുദ്ധിമാൻ്റെ ഒരു തീരുമാനമാണ് നമ്മുടെ ജുഡീഷ്യറികൾ. അവിടെ പോരാ, വലിയ ബുദ്ധിമാൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ് ഈ നാട്ടിലെ ഓരോ ആളുകളും ചെയ്യുന്നത്. ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയെന്ന് വിചാരിക്കുക, നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. മുഖ്യമന്ത്രിയെ കൊണ്ടോ
CPM നേതാക്കളെ കൊണ്ടോ അതിനൊന്ന് തടസ്സം ചെയ്യാൻ കഴിയുമോ? പറയും നിങ്ങൾ. കഴിയില്ല. പകരം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ പരിചയപ്പെട്ട നല്ല ക്ലിയർ ഉള്ളവർ വിളിച്ചിട്ട് അത് ഇന്ന മാതിരിയ സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ അതിനെ നേരെ പ്രതിരോധിക്കാൻ കഴിയും. ഞാനത് ഇറങ്ങിയാൽ നിൽക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അത് എൻ്റെ ഈ പട്ടിണിയും ഈ സത്യസന്ധതയും ഈ പൊളിഞ്ഞയുടെ വീട്ടിൽ താമസം ഒക്കെയാണ് വരുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത് റാസിനെ ശരിക്കും ചോദ്യം ചെയ്യണം. റാസിനെ മാത്രം പോരാ, കരീമിനെ ചോദ്യം ചെയ്യണം, KP ബാബുവിനെ ചോദ്യം ചെയ്യണം. ഇവരുണ്ടാക്കുന്ന അക്രമങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ടാവാൻ നിൽക്കരുത്. ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം, മൂടി വെക്കരുത്. പിന്നെ എൻ്റെ മരുന്നിൻ്റെ ഡിവിഷനിൽ കയറിയിട്ട് നിങ്ങൾ ഇടപെടരുത്. എൻ്റെ അടുത്തേക്ക് വല്ലവരും വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള കൃത്യമായ തെളിവ് എന്താണെങ്കിൽ അത് മാത്രം വെച്ച് പറയണം. ജനങ്ങൾക്ക് തെളിവായിട്ട് വെക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ വേണം. നിങ്ങൾ സാമ്പത്തികം ഇടപെട്ടത്, അതിന് നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് നേരെ കാണണം. ഞാനടക്കമുള്ള എല്ലാവർക്കും ശരിക്കും കാണണം. അതിന് നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ വലിയ തെളിവൊന്നും വേണ്ട. ഒലക്കടി പിരിഞ്ഞു പോകും. ഒലക്ക് പിന്നെ ബാക്കി കേൾക്കാനും കൂടിയുള്ള സമയമില്ല. മറിച്ച് പരാജയപ്പെട്ടാൽ അത് എന്ത് എങ്ങനെ എന്ന ചോദ്യത്തിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു കൂടാൻ, പിന്നെ അവൻ്റെ ഒരു പേര് ഞാൻ മറന്നു, അറഫ സിറ്റിയിലുള്ള ഒരു ചെറിയ കൂടാൻ. അതവൻ്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു വിളിക്കുന്നൊരു വീട്ടുപേരാണ് ഈ കൂടാൻ എന്ന്. അവർ മുസ്ലിങ്ങളാണ്. 5 വക്ത് നിസ്കരിക്കണമൊക്കെ കണ്ടു. കാസിന് ഉപ്പിന് ഗതിയില്ലാത്ത ഇവൻ ഞാൻ ചെയ്യുന്നത് കഠിനാധ്വാനവും ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്നെ നുണ പറഞ്ഞ് പറ്റിക്കുന്ന നിങ്ങൾക്കാണോ വില? എന്നെ നുണ പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് പണിയിലേക്ക് അങ്ങനെ പറ്റിക്കണല്ലോ. അവർക്കാണോ വില? അതും കൂടി കണക്കാക്കി ആ കഷ്ടപ്പാടിൽ ഇറങ്ങി തിരിഞ്ഞ് അത് രണ്ടാമത് നന്നാക്കിയാൽ എനിക്കാണ് വില എന്ന് നിങ്ങൾ ചിന്തിച്ച് പോകും. അതാണ് ശരി. എന്നെ നുണ പറഞ്ഞ് പറ്റിച്ചത് നിങ്ങൾ ശരിക്കും പറയണ്ടേ, പൊതുജനത്തിനോട് പറയണ്ടേ. ഞാനിവിടെ ചെയ്യുന്നത് 100% പൊതുജനത്തിന് സുരക്ഷിതമാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഏത് ഭാഗത്തും എല്ലാ പൊതുജനം ഉണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമല്ല, അവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ജീവിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നല്ല പ്രശ്നമാണ്. അത് പിന്നെ ഈ കൂടാനെ കൊണ്ടോ അതല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ കൊണ്ടോ അതല്ലെങ്കിൽ പിണറായി വിജയനെ കൊണ്ടോ സാധിക്കാത്ത കാര്യമാണ്. മനസ്സിലായില്ലേ? പക്ഷേ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ സ്വാധീനിക്കും. ഞാൻ അവരോട് ചോദിക്കും. അതിൽ കാരണം പലതാണ്. കാരണം ഇവിടുത്തെ മുഴുവൻ നികുതി പണം ടാക്സ് ഓഫീസ് വഴി വന്നിട്ടാണ് പല കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ വലിയ പങ്ക് ടാക്സ് ഓഫീസ് തന്നെയാണ്. അപ്പോൾ ഈ റാഷിയുടെ പേരിൽ ഒരു കേസ് ശരിക്ക് പറഞ്ഞാൽ ഇവർ ചെയ്യണം. അതിനവർ തക്ക കാരണം കൊടുക്കണം. അല്ലെങ്കിൽ ഇത്ര ആളുകൾ മരിച്ച ആളുകളുടെ ആ പള്ളിസ്ഥാനം മാന്തിയെടുത്ത് അത് പുനർപരിശോധിച്ചാൽ അതിൻ്റെ മുഴുവൻ ടാക്സും റാഷി കെട്ടേണ്ടി വരും, ഈ കരീം കെട്ടേണ്ടി വരും. അതിന് ഞങ്ങൾ ലീഗാണെന്ന് പറഞ്ഞിട്ട് നിന്ന് തലകുത്തി നിൽക്കുമ്പോൾ അവരോട് ചില ചോദ്യങ്ങൾ ടാക്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും. കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ എക്കോസൊന്നും പറഞ്ഞോളം നടക്കില്ല കേട്ടോ. ഇത് GST. കാരണം ഇത് GST എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ നിങ്ങൾക്ക്? ഈ നാട്ടിലെ റോഡ്, പാലം, ഇപ്പോൾ NH പിന്നെ 66 കണക്ഷൻ കൊടുന്ന 6 വരി പാതയ്ക്കല്ലേ, അത് മാത്രമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ വലിയ വൈദ്യുതി ലൈനില്ലേ, അവിടെ ഒന്നുമല്ല. ഹെൽത്തിൻ്റെ ഇതുവരെ കള്ളത്തരം ചെയ്തിട്ട് നിങ്ങളൊക്കെ പറ്റിക്കുന്നില്ലേ, അവിടെ മാത്രമല്ല. റെയിൽവേയിൽ കൂടെ വണ്ടി കൂക്കിപ്പോയല്ലേ, അവിടെ മാത്രമല്ല. പോസ്റ്റൽ സർവീസ് ശരിയാക്കി ഓടുന്നില്ലേ, അവിടെ മാത്രമല്ല. നിങ്ങളുടെ സിവിൽ സപ്ലൈസിൻ്റെ റേഷനറി അവിടെ മാത്രമല്ല. അങ്ങനെ നീണ്ടിട്ട് പോകുക. 4 പറയാനൊക്കെ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ടാകുമ്പോൾ 4 ഞാൻ പറഞ്ഞാൽ വളരെ അധികമായില്ലേ. സിവിൽ സപ്ലൈസ് അത് ചെറുതല്ല, റെയിൽവേ ചെറുതല്ല. ഇതൊക്കെ നമ്മുടെ നികുതി പണത്തിൽ നടുവ് കൂടെ നടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഉദ്യോഗസ്ഥനും എന്നോട് വെല്ലുവിളിക്കല്ല, ചോദിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. അതിന് സപ്പോർട്ട് ലോക്കൽ പോലീസിൽ നിൽക്കേണ്ടി വരും, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൽ നിൽക്കേണ്ടി വരും,
കാരണം അവർ വാങ്ങുന്ന ശമ്പളം ഇത് കൊടുക്കുന്ന ആൾ മനസ്സിലായില്ലേ. അത് മാത്രമല്ല ഞാനിവിടെ ഉള്ള ജീവൻ രക്ഷ സുരക്ഷിത മരുന്നാണ്. ജീവൻ രക്ഷ സുരക്ഷിത ഈ സാധനം തന്നെ മാറിപ്പോയി. കാരണം നാളെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ ഈ സഹായത്തിന് വേണ്ടി യാചിക്കേണ്ടി വരും. എൻ്റെ ഫോണിൽ അനാവശ്യം കളിച്ചവൻ ഫോൺ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കടന്ന് ഉരുണ്ട് പറയും. എന്താ പറയുന്നത്, നിങ്ങളുടെ പൈസയും കൊണ്ടൊന്നും ഞാൻ നടക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, പൊളിഞ്ഞു ചാടിയ വീട്, ഒട്ടിയ വയറ്, മുഷിഞ്ഞ വേഷം, മനസ്സിലായില്ലേ. ഇതെന്തിനാ ഇങ്ങനെ വെച്ചെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ബുദ്ധിനെ ചിന്തിക്ക്. നിങ്ങളുടെ പണ്ഡിതന്മാർക്ക്, നിങ്ങളുടെ IAS ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത്, നിങ്ങളുടെ ജഡ്ജിമാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ പറഞ്ഞ് മകിടം കിടക്കും. അത് ഇപ്പോൾ വയനാട്ടുകാർക്ക് കുറച്ചറിയാം, മലപ്പുറം ജില്ലക്കാർക്ക് ചിലവർക്കും അറിയാം, എല്ലാവർക്കും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെയുണ്ട്. എൻ്റെ മുന്നിൽ നിങ്ങൾ വരേണ്ടി വരും, ജീവിച്ചോ അല്ലെങ്കിൽ മയ്യത്തായിട്ടോ, മനസ്സിലായില്ലേ. രണ്ടാണെങ്കിലും വരേണ്ടി വരും. ലോകരാജ്യത്തിൻ്റെ അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും ജോർജ് ബുഷ് ആണെങ്കിലും സൗദി അറേബ്യൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ലെങ്കിൽ അവർക്ക് സ്വർഗവുമില്ല നരകവുമില്ല, അവരാരാണെന്ന് ഒരാളറിയില്ല, മനസ്സിലായില്ലേ. ഇത് ഡോക്ടർ മുഹമ്മദ് IPSൻ്റെ വാക്കാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വേണ്ട രീതി എത്തിക്കണം. ഞാൻ ആരോടും വെല്ലുവിളിച്ചതല്ല, നിങ്ങളൊക്കെ കുറ്റക്കാരാക്കിയതല്ല. ഒന്നോ രണ്ടോ ആൾ കുറ്റം ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ശരിയായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നോ രണ്ടോ ആളുകൾ നിങ്ങളുടെ ഇടയിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക, എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടാവും. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നിയമത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക, അതാണ് നമ്മളതിൽ ചിന്തിക്കേണ്ടത്. നിയമത്തിന് അതിൽ കൂടുതൽ പറ്റില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടി വന്നു, സിയ രാശിക്കെതിരെയും സിയാബങ്ങൾക്കെതിരെയും ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർക്ക് കോൺഗ്രസിൻ്റെ MLAമാർക്ക് ഒക്കെ മുളക് അരച്ച് കണ്ണിലും മൂത്രക്കോയിലും തേക്കണം എന്ന് നിർദ്ദേശം നൽകണ്ടായി. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കടക്കം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം എന്നെക്കൊണ്ട് പറയിച്ചത് നിങ്ങളൊക്കെയാണ്, മനസ്സിലായില്ലേ. എന്താ കാരണം, ഈ നാട്ടിലെ ഏത് ചെറുകിടക്കാരനും ന്യായമായിട്ട് ജീവിക്കാൻ കഴിയും. ന്യായമായിട്ട് എന്ന് പറഞ്ഞാൽ അവൻ ജോലി ചെയ്യുന്ന മണ്ണിൽ കൃത്യമായി അധ്വാനിച്ച് അതിൽ നിന്നൊരു പങ്ക് നികുതി പണത്തിൽ കിട്ടി എന്തെങ്കിലുമൊക്കെ ചുറ്റുപാട്. ഇപ്പം ഞാൻ എഴുതുന്ന നിയമങ്ങളാണ് ഇവിടെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാവണോ, മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എതിരല്ല, നിങ്ങളെ കൊടുക്കലല്ല എൻ്റെ ജോലി. പിന്നെ നിങ്ങളുടെ ഇടയിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏത് കാര്യത്തിനും ഞാൻ മറുപടി പറയുക ചെയ്യും, മനസ്സിലായില്ലേ. ഞാനൊരു കാലത്ത് CPMൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു, ഒരു കാലത്ത് പിന്നെ ലീഗിൽ വർക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് ഇവർ രണ്ട് കൂട്ടരും ന്യായം ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം എനിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്. പുറത്തേക്ക് ഞാൻ പോയത് BJPയിൽ, കൃത്യമായിട്ട് BJPയുടെ പേരും പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നത്, വേറെ ചെയ്യില്ല. ഈ പോക്ക് നിങ്ങൾക്കൊക്കെ മോശം ചെയ്യുകയും ചെയ്യും. അതെന്താ കാരണം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നിങ്ങൾ മോശം മറ്റുള്ളവരോട് ചെയ്യുന്നുണ്ട് എന്ന് ലോകം അറിയട്ടെ, മനസ്സിലായില്ലേ. അതായത് പള്ളികൾ മദ്രസകളും വിദ്യാഭ്യാസം പഠിപ്പിക്കാനുള്ള, ഓരോ ക്രിസ്ത്യാനികളുടെ മദ്രസ ആണെങ്കിലും ശരി, ഹിന്ദുക്കളുടെ മദ്രസ ആണെങ്കിലും ശരി, അത് മതം പഠിപ്പിക്കാനുള്ളതാണ്. ഒരുത്തൻ്റെ പേരിൽ കുതിര കയറാനുള്ള ലൈസൻസ് അല്ല, അത് വേണം. ഹിന്ദുമതം എവിടെ നിന്നുണ്ടായി, ആരുണ്ടാക്കി, പിന്നെ അതിൻ്റെ സംഭാവന എവിടെയായിരുന്നു, എവിടെ അമ്പലങ്ങൾ ഏതൊക്കെ ഉണ്ടായി, അതുപോലെ ക്രിസ്ത്യാനികളും അതുപോലെ ഉണ്ടാക്കണം. അത് തെറ്റൊന്നുമല്ല, അത് പഠിക്കാനുള്ളതാണ്. അതിലുള്ളത് പഠിപ്പിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് വേറൊരുത്തൻ്റെ മുകളിൽ കൊല്ലാപ്പ് ചെയ്യാനില്ല. അത് ഇവരവിടെ വന്നിട്ട് പരിധിയിൽ കൂടുതൽ ആ സ്ഥാപനത്തിന് നേരിട്ട് ഇങ്ങനെ അറ്റാക്കിന് നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ബാക്കിയുള്ളവർക്ക് പാടുള്ളൂ. അതും ഒരു ഇതൊക്കെ അവരെ പറഞ്ഞ് ഒഴിവാക്കണം. ബാക്കിയുള്ളവർ അവരെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ അത് പഠിക്കണം, അവൻ്റെ പ്രശ്നം പഠിക്കണം. ആ പഠിച്ചത് പരിഹരിക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം. രണ്ട് കൂട്ടരും രണ്ട് പുറത്ത് നിന്ന് ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ അവസാനിക്കും, മനസ്സിലായില്ലേ. എന്തുകൊണ്ട് ഈ ലീഗുകാർ അത് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാർ എന്താ ഇങ്ങനെ വന്ന്, ആരെങ്കിലും കളവോ കൊലപാതകമോ ചെയ്താൽ അത് ശരിയെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ ശരി ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. അക്രമത്തിൻ്റെ പേരിൽ നടക്കില്ല. അസ്സലാമു അലൈക്കും.
അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.